കുട്ടികളെ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെന്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ബയോട്ട് സാവാർട്ട് ലോയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും മുതലായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ ബയോട്ട് സാവാർട്ട് ലോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ Xൽ നിന്ന് Yയിലേക്കാണ്. അവിടെ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടറിന് ചുറ്റും ഇതിൻ്റെ സറൗണ്ടിങ് റീജിയനിലുള്ള ഒരു പോയിന്റാണ് P എന്ന് പറയുന്നത്. ഈ Pയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതിൻ്റെ ഡയറക്ഷൻ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചെറിയൊരു എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. DL ലെങ്ത് ഉള്ള ഒരു എലമെന്റ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ IDL എന്നതിനെ നമ്മൾ കറണ്ട് എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് എലമെന്റ് മൂലം ഈ സ്മോൾ കറണ്ട് എലമെന്റ്, അതായത് IDL എന്ന കറണ്ട് എലമെന്റ് മൂലം ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കറണ്ട് എലമെന്റിനെയും P എന്ന് പറയുന്ന പോയിന്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ഈ കറണ്ട് എലമെന്റിനും P എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനും ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. Theta is the angle between the current element and the line joining the current element and the point P. ഇനി ഈ പോയിന്റിലെ P എന്ന് പറയുന്ന പോയിന്റിന്റെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ dB എന്ന് വിളിക്കുന്നു. ഇനി dB എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ dB is directly proportional to current. dB is directly proportional to current. dB is directly proportional to length of the element dl. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എങ്ങനെ പറയാം, dB is directly proportional to current element IDL എന്ന് പറയാം. ഇനി dB is directly proportional to sin theta. Theta is the angle between current element and the line joining the point and the current element. അതുപോലെ dB is inversely proportional to R square. R എന്ന് പറയാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the current element and the point. അപ്പം ഇത്രയും കാര്യങ്ങളെയാണ് dB ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? dB is directly proportional to IDL sin theta by R square എന്ന് എഴുതാം. IDL sin theta by R square. ഇതാണ് ബയോട്ട് സാവാർട്ട് ലോയുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. dB is directly proportional to IDL sin theta by R square. ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? The magnetic field at a point due to the small element of a current carrying conductor is directly proportional to the current flowing through the conductor and the length of the element and the sine of the angle between DL and R, and inversely proportional to the square of the distance between the point and the element DL. അപ്പോൾ ഇതാണ് ബയോട്ട് സാവാർട്ട് ലോ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എഴുതാം dB is equal to μ0 by 4 pi IDL sin theta by R square. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് μ0 by 4 pi. ഈ μ0നെ വിളിക്കുന്ന പേര് പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് വിളിക്കുന്നത്.
അതായത് ഈ കണ്ടക്ടർ നമ്മൾ ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? μ0/4π sin θ/r² എന്ന് മാറും. അപ്പൊ μ0 എന്ന് വിളിക്കുന്ന പേര് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി ഫ്രീ സ്പേസിലല്ല മറ്റെന്തെങ്കിലും മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? μ/4π IDL sin θ/r². മ്യൂ ഇവിടെ അറിയപ്പെടുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം എന്നാണ്. പെർമിയബിലിറ്റി ഓഫ് മീഡിയം. അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്നത് സ്കെയിലാർ ഫോം എന്നാണ്. ബയോട്ട് സാവാർട്ട് ലോയുടെ സ്കെയിലാർ ഫോം ആണ് ഇത്. dB is equal to μ0/4π IDL sin θ/r². ഈ ഇക്വേഷൻ ആണ് സ്കെയിലാർ ഫോം ഓഫ് ബയോട്ട് സാവാർട്ട് ലോ. μ0 എന്ന് വിളിക്കുന്ന പേര് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി μ0ന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. μ0/4π എന്നത് 10⁻⁻7 ടെസ്ല മീറ്റർ പെർ ആംപിയർ ആണ്. അപ്പൊ ബയോട്ട് സാവാർട്ട് ലോയുടെ സ്കെയിലാർ ഫോം ആണ് എഴുതിയിരിക്കുന്നത്. dB is equal to μ0/4π IDL sin θ/r². ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് dBക്ക് ഉറപ്പായിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു വെക്റ്റർ ഫോമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന്റെ വെക്റ്റർ ഫോമിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ വരും μ0/4π IDL r sin θ/r³. അപ്പൊ ഇവിടെ നമ്മൾ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഡിനോമിനേറ്ററിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, μ0/4π I അതുപോലെ എഴുതി. ഇവിടെ DL r sin θ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ക്രോസ് പ്രോഡക്റ്റിന്റെ ഒരു ഇതാണ്. A ക്രോസ് B എന്ന് പറഞ്ഞാൽ AB sin θ വരുന്നത് പോലെ. അപ്പൊ നമുക്ക് ഇതിനെ DL ക്രോസ് R എന്ന് വിളിക്കാം, ഡിവൈഡഡ് ബൈ r³. അപ്പൊ DLന്റെ ഡയറക്ഷൻ, DL ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? ഇവിടെ DLനെ നമ്മളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കറണ്ട് എലമെന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന IDLനെ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഇവിടെ DL വെക്റ്ററിന്റെ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം DL ക്രോസ് R എന്ന് പറയുമ്പോൾ DLും വെക്റ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ബയോട്ട് സാവാർട്ട് ലോയുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. μ0/4π IDL ക്രോസ് R/r³ ആണ് ഇതിന്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ബയോട്ട് സാവാർട്ട് ലോയുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്ന ഏത് റൂൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാം, റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ വെച്ചിട്ട് DLൽ നിന്നും Rലേക്ക് പോകത്തക്ക രീതിയിൽ സ്ക്രൂവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ആ സ്ക്രൂവിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് ഇൻടു ദ പ്ലെയിൻ ഓഫ് ദ ബോഡിന്റെ ഉള്ളിലേക്കായിരിക്കും. അപ്പൊ നമുക്കറിയാം DL ക്രോസ് R എന്ന് പറയുന്ന ഒരു വെക്റ്റർ, അതായത് ഇപ്പം C is equal to A cross B എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ A ക്രോസ് B എന്ന് പറയുന്ന ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും Aയും Bയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം സിയുടെ ഡയറക്ഷൻ ഈ Aക്കും Bക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം ഇവിടെ ഈ DL ക്രോസ് Rന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് DLനും Rനും പെർപെൻഡിക്കുലർ ആണ്. അതായത് DL എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലുള്ള വെക്ടർ, R എന്ന് പറയുന്ന ഈ ഡയറക്ഷൻ. അപ്പൊ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. ഇൻടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡും വരാം, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ ബോർഡും വരാം. അപ്പൊ അതിന് എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാം. ഇവിടെ ഒരു സ്ക്രൂ വെച്ചിട്ട് ഫസ്റ്റ് വെക്ടറിൽ നിന്നും സെക്കൻഡ് വെക്ടറിലേക്ക് വരത്തക്ക വിധം അതിനെ നമ്മൾ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു.
അപ്പോൾ സ്ക്രൂവിനെ നമ്മൾ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്, അതായത് DL വെക്ടറിൽ നിന്നും ആറിലേക്ക് വരത്തക്ക വിധം. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടിപ്പ് ഉള്ളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടും? ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് DL ആൻഡ് R ആൻഡ് ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണെങ്കിൽ നമ്മളൊരു ക്രോസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ DBയുടെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഈ പ്ലെയിന് ഉള്ളിലേക്കായിരിക്കും. അപ്പം ആ രീതിയിൽ നമുക്കതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ റൂൾസ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളോ മറ്റേതെങ്കിലും റൂൾസോ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ കൂളംബ്സ് ലോയും ബയോട്ട്-സാവാർട്ട് ലോയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ട് ലോസ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസും ഡിഫറൻസസും ഉണ്ട്. അപ്പം നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് രണ്ടും ലോങ് റേഞ്ച് ആണ്, ലോങ് റേഞ്ച് ഫീൽഡുകളാണ്. കൂളംബ്സ് ലോയിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ കുറിച്ചും ബയോട്ട്-സാവാർട്ട് ലോയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ലോങ് റേഞ്ച് ആണ്, ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ് ഇതിൽ രണ്ടിലും വരുന്നത്. ഇനി അതുപോലെ ഈ രണ്ട് ലോസും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ലോസും. ഇവിടെയാണെങ്കിൽ നമ്മൾ F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r². അപ്പം F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെയും DB ഈസ് ഈക്വൽ ടു μ0/4π IDL sin θ/r². അപ്പോൾ അവിടെ നമുക്കറിയാം ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ രണ്ട് ലോസും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ലോങ് റേഞ്ച് ഫോഴ്സുകളാണ്, രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്, അതുപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഒബേ ചെയ്യുന്നുണ്ട്. ഇനി കൂളംബ്സ് ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ആണ്. കൂളംബ്സ് ലോയിലെ സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ആണ്. ഈ ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഈ സോഴ്സിനെ നമ്മൾ സ്കെയിലാർ സോഴ്സ് എന്നാണ് പറയുന്നത്, സ്കെയിലാർ സോഴ്സ്. എന്നാൽ ബയോട്ട്-സാവാർട്ട് ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് എലമെന്റ് ആണ്. കറണ്ട് എലമെന്റ്, കറണ്ട് എന്ന് പറയുന്ന ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിലും കറണ്ട് എലമെന്റ് IDL എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇത് മൂലമുണ്ടാകുന്ന സോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ സോഴ്സ് ആണ്. അതായത് ബയോട്ട്-സാവാർട്ട് ലോയിലെ ഫീൽഡിന് കാരണമായ സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് എലമെന്റ് ആണ്, അതൊരു വെക്റ്റർ സോഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. കൂളംബ്സ് ലോ എന്ന് പറയുന്നതും ബയോട്ട്-സാവാർട്ട് ലോയും രണ്ടും ലോങ് റേഞ്ച് ഫോഴ്സുകളാണ്. അതുപോലെ തന്നെ രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി കൂളംബ്സ് ലോയ്ക്ക് കാരണമായ സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ആണ്, അതൊരു സ്കെയിലാർ സോഴ്സ് ആണ്. ബയോട്ട്-സാവാർട്ട് ലോയ്ക്ക് കാരണമായ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് എലമെന്റ് ആണ്, അതായത് ഒരു സ്മോൾ ലെങ്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണം, IDL എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, അതൊരു വെക്റ്റർ സോഴ്സ് ആണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, electrostatic field is along the displacement vector joining the source and the field point. അപ്പോൾ ഈ ചാർജിനെയും ആ പോയിന്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ കൂടിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ DL-ഉം R-ഉം കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഫോഴ്സുകളുടെ ഡയറക്ഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം എന്താണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയാനുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ദ ഫീൽഡ്. അപ്പോൾ ഇവിടെ ചാർജ് ഇരിക്കുകയാണ്, ചാർജിൽ നിന്നും ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് P. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ കൂടിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടെ ബയോട്ട്-സാവാർട്ട് ലോയിൽ നമ്മൾ കണ്ട DB എന്ന് പറയുന്നത് DB ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് DL ആൻഡ് R. DL-ഉം R-ഉം കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന്
പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡി ബി വരുന്നത്. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് ദ കറന്റ് എലമെന്റ്. ഇനി കൂളംസ് ലോയിൽ ഒരു ആംഗിൾ ഡിപ്പെൻഡൻസ് ഇല്ല, നോ ആംഗിൾ ഡിപ്പെൻഡൻസ്. അപ്പൊ കൂളംസ് ലോയുടെ ഇക്വേഷനകത്ത് നമുക്ക് നമ്മൾ എന്താണ് ഇക്വേഷൻ 1/4πε0 Q1 Q2 R². അവിടെ സൈൻ തീറ്റ കോസ് തീറ്റ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നോ ആംഗിൾ ഡിപ്പെൻഡൻസ് എന്ന് പറയാം. പക്ഷേ there is an angle dependence here. ബയോട്ട്-സാവാർട്ട് ലോയിൽ there is an angle dependence. കാരണം സൈൻ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഇനി ഇവിടെ കൂളംസ് ലോയിൽ പറയാനുള്ളത് ചാർജ് ചുറ്റുള്ള എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രസന്റ് എവരിവെയർ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രസന്റ് എവരിവെയർ, എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്നാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എലോങ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. അതായത് നമ്മളിപ്പം ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇതാണ്. അപ്പൊ ഈ ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഡയറക്ഷനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ അവിടെ തീറ്റ 0 ആയി പോവുകയും, അതായത് കറണ്ട് എലമെന്റും ആ ലൈൻ ജോയിനിങ്ങും തമ്മിലുള്ള ആംഗിൾ 0 ആയി പോകും. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നതും 0 ആയി പോവും. അപ്പൊ ഡി ബിയും 0 ആയി പോവും. അപ്പം കറണ്ടിന്റെ ഡയറക്ഷനിലുള്ള സ്ഥലങ്ങളിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. എലോങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. അതാണ് അടുത്തായിട്ട് ഓർക്കേണ്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് ബയോട്ട്-സാവാർട്ട് ലോയും കൂളംസ് ലോയും തമ്മിലുള്ള കമ്പാരിസണിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഒന്നുകൂടെ ഓർക്കുക. ഈ രണ്ട് ഫീൽഡുകളും ലോങ് റേഞ്ച് ഫീൽഡുകളാണ്. രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്, രണ്ടും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഇനി ഡിഫറൻസ് പറയുമ്പോൾ കൂളംസ് ലോയ്ക്ക് കാരണമായ ആ സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ആണ്, അത് സ്കേലാർ സോഴ്സ് ആണ്. ബയോട്ട്-സാവാർട്ട് ലോയിലെ സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് എലമെന്റ് ആണ്, IDL, അതൊരു വെക്റ്റർ സോഴ്സ് ആണ്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ദ ഫീൽഡ് പോയിന്റ്. സോഴ്സിനെയും ഫീൽഡ് പോയിന്റിനെയും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആ ഡിസ്റ്റൻസിലൂടെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ഡി ബിയുടെ ഡയറക്ഷൻ DL-ഉം R-ഉം കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് DL and R. Coulomb's law, there is no angle dependence, but there is an angle dependence in Biot-Savart law. പിന്നെ E is present everywhere. Electric field is present everywhere. Coulomb's law ഒരു പ്രത്യേകതയായിട്ട് പറയാം. എന്നാൽ Biot-Savart law നമ്മൾ പറയുമ്പോൾ along the direction of current magnetic field is 0. അപ്പം ഇത്രയൊക്കെയാണ് ഈ ബയോട്ട്-സാവാർട്ട് ലോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഓർക്കുക. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ ഒരു സ്മോൾ എലമെന്റ്, കറണ്ട് എലമെന്റ് മൂലം അതിന് ചുറ്റുമുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, അത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ അതൊരു ഇക്വേഷൻ ആയിട്ട് ബയോട്ട്-സാവാർട്ട് ലോയുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി dB is equal to μ0/4π IDL sin theta by R². അപ്പോൾ അത് ബയോട്ട്-സാവാർട്ട് ലോയുടെ സ്കെയിലാർ ഫോം ആയിരുന്നു. ഇനി വെക്റ്റർ ഫോമിൽ അതിനെ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ നോക്കി. μ0/4π IDL ക്രോസ് R/R³ എന്നാണ് വെക്റ്റർ ഫോമിൽ നമ്മൾ എഴുതിയത്. ഇനി അതുപോലെ തന്നെ DBയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ക്രോസ് പ്രോഡക്റ്റിന്റെ റൂൾസ് ഉപയോഗിച്ച് നമുക്ക് DBയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ DBയുടെ ഡയറക്ഷൻ എപ്പോഴും DL-ഉം R-ഉം കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ കൂളംസ് ലോയും ബയോട്ട്-സാവാർട്ട് ലോയും തമ്മിൽ കമ്പയർ ചെയ്തു, അത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കുക. താങ്ക് യു.